കോക്രോച്ച് ജനതാ പാർട്ടി രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയെന്ന് രഹസ്യാന്വേഷണ വിഭാഗ റിപ്പോർട്ട്. ദേശവിരുദ്ധ ശക്തികൾ ഇതിന് പിന്നിലുണ്ടെന്നും CJP സമൂഹമാധ്യമ അക്കൗണ്ടുകളിൽ ദേശവിരുദ്ധമായ ഉള്ളടക്കങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. IT ആക്ടിന്റെ 69A വകുപ്പ് പ്രകാരമാണ് കോക്രോച്ച് ജനതാ പാർട്ടി അക്കൗണ്ട് വിലക്കാനുള്ള നടപടി കേന്ദ്രം ആരംഭിച്ചത്. പിന്നാലെ അക്കൗണ്ട് തടഞ്ഞു. സാമൂഹ്യ മാധ്യമങ്ങൾ ട്രെൻഡായതിനു പിന്നാലെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ ഒരുങ്ങുകയാണ് CJP. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഓൺലൈൻ ക്യാമ്പയിന് തുടക്കമിട്ടു. സർക്കാരിന്റെ ആവശ്യപ്രകാരം സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ വീണ്ടും റദ്ദാക്കിയാൽ കടുത്ത പ്രതിരോധമുയർത്തുമെന്നാണ് CJP സ്ഥാപകൻ വ്യക്തമാക്കുന്നത്. ബോസ്റ്റൺ സർവകലാശാലയിലെ പബ്ലിക് റിലേഷൻസ് വിദ്യാർത്ഥിയും ആം ആദ്മി പാർട്ടിയുടെ അഭിജിത് ദീപ് കെ മെയ് 16-നാണ് ഈ ഓൺലൈൻ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. തൊഴിലില്ലാത്ത യുവാക്കളെയും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളെയും സമൂഹത്തിലെ പ്രാണികളോടും പാറ്റകളോടും ഉപമിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയ പരാമർശമാണ് പ്രതിഷേധത്തിന് കാരണം. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേരത്തെയുള്ള എക്സ് അക്കൗണ്ട് വിലക്കിയതിനു പിന്നാലെ തുടങ്ങിയ പുതിയ അക്കൗണ്ടും തരംഗമായി. കോക്രോച്ച് ഈസ് ബാക്ക് എന്ന പേരിൽ തുടങ്ങിയ പുതിയ അക്കൗണ്ടിൽ ഇതുവരെ 1 ലക്ഷത്തിലേറെ ആളുകളാണ് പിന്തുടരുന്നത്. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.